അതുപോലെ നമ്മൾ പറമ്പിലൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ ഒരു തവണ അണ്ണാനെ കിട്ടി, അണ്ണാനെ കെണി വെച്ച് പിടിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ആ അണ്ണാന് വയറ് ഭയങ്കരമായിട്ട് വീർത്തിരിക്കണം. ഞാൻ 6ൽ പഠിക്കണമല്ലോ. അപ്പോൾ അതിന് വയറ് വീർത്തപ്പോൾ എനിക്ക് തോന്നി, ഞാനൊരു പ്രതീക്ഷിച്ച് അത് പ്രഗ്നൻ്റായിരിക്കുമെന്ന്. അങ്ങനെ കൂട്ടിലിട്ട് വളർത്തി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അത് പ്രസവിച്ചു, ഒരു 3 കുഞ്ഞുങ്ങൾ. അപ്പോൾ അത് അടിപൊളിയായി. അപ്പോൾ അതിന് വേണ്ട സംരക്ഷണമൊക്കെ നൽകി നമ്മൾ തന്നെ വേണ്ട ശുശ്രൂഷയൊക്കെ കൊടുത്ത് ഒരു 4-5 ദിവസം അണ്ണാൻ കൂട്ടിൽ നിന്ന് പുറത്ത് കിടന്നിട്ടില്ലായിരുന്നു. പിന്നെ അതിന് കൂട് തുറന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാലും അണ്ണാൻ പുറത്ത് പോയി തീറ്റ എടുത്തിട്ട് തിരിച്ച് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വരുമായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം എന്ത് ചെയ്തു, ഒന്നും കൂടി ഹൈജീനിക്കാവട്ടെ എന്ന് വിചാരിച്ച് അണ്ണാൻ പോയ നേരത്ത് കൂടൊക്കെ എടുത്ത് പുറത്തേക്ക് അങ്ങോട്ട് വൃത്തിയാക്കി ഡെറ്റോളൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് കാട്ടമൊക്കെ മാറ്റി, അത് കഴിഞ്ഞ് 2ാമതും കുഞ്ഞിനെ അതിനകത്ത് വെച്ച് മാറി നിന്ന് നോക്കിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തള്ള വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അത് പെട്ടെന്ന് അങ്ങോട്ട് വയലൻ്റായി ഈ കുഞ്ഞുങ്ങളെ ഓരോന്നിനെയും കടിച്ചു കൊല്ലുകയാണ്. കാരണം അതിൻ്റെ മണം മാറിയിരിക്കണം. അപ്പോൾ അതിന് തെറ്റിദ്ധരിച്ചു, അതിൻ്റെ കുഞ്ഞല്ല ഫേക്കാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വലിയൊരു തീരാ നഷ്ടം ഓർമ്മയിൽ കിടപ്പുണ്ട്. അപ്പോൾ മൃഗസ്നേഹം പണ്ടേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്.